ിരിക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ വാദം തുടങ്ങി. കസ്റ്റഡിയിൽ തുടർന്ന മനീഷ് സിസോദിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം 15 വരെ നീട്ടി. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുകയാണ്. തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് കേജ്രിവാൾ കോടതിയെ അറിയിച്ചു. എന്നാൽ 100 കോടി രൂപ ഹവാല വഴി ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചു എന്ന് ED കോടതിയിൽ വാദമായി ഉന്നയിച്ചു. പി ബസന്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബസന്ത്, കോടതി നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? EDയുടെയും അരവിന്ദ് കെജ്രിവാളിന്റെയും വാദങ്ങൾ എങ്ങനെ? അല്പസമയത്തിനകം തന്നെ ഇടക്കാല ജാമ്യം നൽകുന്നത് സംബന്ധിച്ച വാദം സുപ്രീം കോടതിയിൽ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ള സുപ്രധാനമായ ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടക്കാല ജാമ്യത്തിന്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങുന്ന ബെഞ്ച് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് ഒരാൾക്ക് ജാമ്യം കൊടുക്കുന്നത് കേട്ടുകേൾവില്ലാത്ത സംഭവമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത്. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കാനായിട്ട് അനുമതി ചോദിച്ചാൽ നിങ്ങൾ നൽകുമോ എന്നും കോടതിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ ASC ചോദിക്കുന്നു. രണ്ട് വിഷയമാണെന്നും ഇടക്കാല ജാമ്യം എന്ന് പറയുന്നത് നൽകേണ്ടതുണ്ട്. കാരണം 5 കൊല്ലത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാണ് മറുഭാഗത്ത് നിൽക്കുന്നത് എന്നുള്ള അസാധാരണ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോഴും വാദം തുടരുന്നു. 1 മണിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ശരി, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം പങ്കെടുക്കേണ്ടതുണ്ട് എന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇടക്കാല ജാമ്യം കിട്ടുമോ എന്നുള്ളത് ആകാംക്ഷയായി നിലനിൽക്കുകയും ചെയ്തു. വസന്താണ് വിവരങ്ങൾ നൽകിയത്.